വീണ്ടും വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജു സാംസണെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടില്ല എന്ന് KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി. BCCI മാനദണ്ഡം അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയൂ. വിവാദങ്ങൾ ബാധിക്കുക സഞ്ജുവിന്റെ കരിയറിനെയാണെന്നും ബിനീഷ് കോടിയേരി 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ കേരളത്തിൻ്റെ താരം സഞ്ജു സാംസൺ ഇടം കിട്ടാത്തതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ്. പ്രത്യേകിച്ചും വിജയ് ഹസാരെ ടൂർണമെൻറ്റിൽ KCA ഇടപെട്ട് സഞ്ജുവിനെ കളിപ്പിച്ചില്ലെന്നും അത് കാരണമാണ് സഞ്ജുവിന് ഈ ചാൻസ് കിട്ടാതിരുന്നതും എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വരെ ഉയർന്നു കഴിഞ്ഞു. KCA ഭാരവാഹികൾ അത് നിഷേധിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരിയാണ്. ഈ വിവാദങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണുമല്ലോ, അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇതിപ്പോൾ ഒരു വിവാദം ശരിക്ക് ഒരു ട്വീറ്റോടുകൂടി ആരംഭിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സഞ്ജു സാംസൺ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഐക്കണാണ്. ക്രിക്കറ്റ് എന്ന് പറയുന്ന മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, നമ്മുടെ കേരളക്കാരെല്ലാവരുടെയും ഒരു സ്പോർട്സ് ഐക്കണായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റിൻ്റെ തന്നെ ഏറ്റവും മോഡലായിട്ട് നമ്മൾ പുറത്തോട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ടീമിൽ ചാൻസ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവേണ്ട ആളുകൾ ഞങ്ങളാണ്. ആ സങ്കടത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും സെലക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആകണമെന്നില്ല. എപ്പോഴും അത് പലപ്പോഴും പൊതുജനം പ്രതീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിഭിന്നമായിട്ട് ചിലപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ കാലം സംഭവിച്ചതിൻ്റെ പോലെ തന്നെ ഈ പ്രാവശ്യം സംഭവിച്ചു എന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്കൂ, സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി നടന്നുകൊണ്ടിരിക്കുന്ന സമയം, സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സഞ്ജു ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലാണ്, T20 കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2 സെഞ്ചുറി അടിച്ച് നിൽക്കുന്നു. അപ്പം സഞ്ജു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി നിൽക്കുന്നു. സഞ്ജുവിന് വേറെ ഇഞ്ചുറി ഇല്ല, മറ്റ് പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. സ്വാഭാവികമായിട്ടും ആ കളി കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി കളിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ഡയറക്റ്റായിട്ട് നമുക്ക് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ എടുക്കുന്നു. അതേപോലെ തന്നെ വിജയ് ഹസാരെ ട്രോഫിയുടെ ക്യാമ്പ് പ്രഖ്യാപിക്കുന്നു. ആ ക്യാമ്പ് പ്രഖ്യാപിക്കും സഞ്ജുവും കൊണ്ട് ചേർന്നുകൊണ്ടാണ് ക്യാമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സമയത്ത് സഞ്ജു ക്യാമ്പിലേക്ക് വരുന്നോ ഇല്ലയോ എന്നൊരു ഇൻറ്റിമേഷൻ തരുന്നില്ല. പ്ലെയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പ്ലെയേഴ്സ് മാനുവൽ പ്രകാരം ഒരു പ്ലെയർ ആ കൺസേൺഡ് അസോസിയേഷനിൽ ആ പർട്ടിക്കുലർ ആ ഒരു ക്യാമ്പിൻ്റെ അകത്ത് വരുന്നില്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ അസൗകര്യം, എന്താണ് ആ പ്ലെയറിന് അസൗകര്യം എന്നുള്ളത് പറയണം. ആ അസൗകര്യം പറഞ്ഞില്ല. അസൗകര്യം പറയാതെ ടീം പുറപ്പെടുന്നതിൻ്റെ, ടീമെല്ലാം ഫിക്സ് ചെയ്ത് തീരാറാവുന്നതിൻ്റെ ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു മെയിൽ വരുന്നു, ഞാൻ വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്യാമ്പിൻ്റെ അകത്തു നിന്നുള്ള ആ പീരീഡിൽ അദ്ദേഹത്തിന് ഇഞ്ചേർഡാണോ, അദ്ദേഹത്തിന് എന്തായിരുന്നു റീസൺ മാറി നിൽക്കാനുള്ളത്, ഫിസിക്കലി ഫിറ്റാണോ എന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും വളരെ സന്തോഷം. ക്യാമറാമാൻ മനീഷ് VS-നൊപ്പം സലീം മാലിക്, 24 തിരുവനന്തപുരം.